ഗീതു മോഹൻദാസ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ വരുമ്പം എനിക്കങ്ങനെ ഇവിടെ ആരെയും അറിയില്ല. ഞാനൊരു NFDCയുടെ ഗോവയിൽ വെച്ചിട്ടാണ് ഗീതുവിനെ ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു സ്ഥലം ഷൂട്ടിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നോ? ഇല്ല, ഈ സ്ഥലം എന്നും ഷൂട്ടിന് അവൈലബിൾ ആയിരുന്നു. കാരണം ഞാൻ വീട് കഥ അതിനെ ബന്ധപ്പെടുത്തിയാണല്ലോ ആലോചിക്കുന്നത്. അപ്പം സ്റ്റാഫിനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ ആ വീട് എന്നും അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ മ്യൂസിക് ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ് സുഷിനാണ്. ഈ സിനിമ മ്യൂസിക് ഇല്ലാതെയും പിന്നീട് മ്യൂസിക് ആഡ് ചെയ്തും കണ്ടപ്പോഴുള്ള ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? സുഷിൻ്റെ മ്യൂസിക് ഭയങ്കര ഡിഫറൻസ് ആണ് സിനിമയ്ക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് മ്യൂസിക്കിൽ മാത്രമല്ല, സുഷിൻ്റെ മ്യൂസിക് വന്നിട്ട് നമ്മൾ ഫിലിം വീണ്ടും എഡിറ്റ് ചെയ്യുകയും ട്രിം ചെയ്യുകയൊക്കെ ചെയ്തു. തുഷിനാണെങ്കിൽ ഒരു സീനിൽ എന്ത് ഇമോഷനാണ് കൺവേ ചെയ്യുന്നത് കൃത്യം പറയും. മ്യൂസിക് ഇല്ലാതെ അങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്ന സിനിമ കുറച്ചുകൂടെ പ്യൂറിസ്റ്റ് അല്ലെങ്കിൽ പ്യുവറാകണം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിൽ വരുന്ന തോട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കറിയൻ സൈനറിലാണെങ്കിലും പക്ഷേ ഉള്ളൊഴുക്കിനെക്കാട്ടിൽ ഒരുപാട് മ്യൂസിക് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് മ്യൂസിക് ഇല്ലാതെ ഇനി ഒരു സിനിമ ആലോചിക്കാനോ ചെയ്യാനോ ഒന്നും പറ്റുന്നു. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിരുന്നു? സിനിമ തുടങ്ങിയ സമയത്ത് ഓരോ സമയത്ത് നമ്മൾ നോക്കിക്കാണുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വർക്കുകൾ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് 2014 ഞാൻ അടൂർ സാറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടൂർ സാറിൻ്റെ ഒരുപാട് സിനിമകൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പുള്ളിയുടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ ജേർണിയിലും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ഓരോ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഹണീത് റഹാൻ, പുള്ളി ഈ പ്രോജക്റ്റിൻ്റെ കൂടെ ത്രൂ ഔട്ട് ദ ജേർണിയിൽ നിന്നു. ഫണ്ട് ചെയ്യാൻ പാടായപ്പോഴും പുള്ളി ഇതിൻ്റെ ഫണ്ടിങ് ചെയ്യാൻ പുള്ളിക്ക് പറ്റി. പിന്നെ മോർ ദാൻ എ പ്രൊഡ്യൂസർ, ഞാനും ഹണി തമ്മിൽ നല്ല റിലേഷൻഷിപ്പുണ്ട്. സോ പല കാര്യങ്ങളും ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ വളരെ കട്ട് ത്രോട്ടായിട്ട് കോൺട്രാക്റ്റും അതുമൊക്കെ പറയുന്നൊരു സമയത്ത് ഹണി വളരെ ഒരുപാട് പേഴ്സണൽ ഫ്രീഡം എനിക്ക് തന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ അഭിഷേകത്തിൻ്റെ വേറൊരു പ്രൊഡ്യൂസറായി ഹിന്ദി സിനിമയിലെ ഇപ്പം ഏറ്റവും നല്ല സ്റ്റോറി ടേഴ്സിൽ ഒരാളാണെന്ന് പറയാം. അഭിഷേക് പോസ്റ്റിൻ്റെ സമയത്ത്, എഡിറ്റിങ്ങിൻ്റെ സമയത്താണെങ്കിലും സൗണ്ടിൻ്റെ സമയത്താണെങ്കിലൊക്കെ ഒരുപാട് ഇതിൻ്റെ കൂടെ സജഷൻസ് തരികയും നമ്മുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബോംബെയിൽ പോയിട്ട് അഭിഷേകിൻ്റെ കൂടെ ഇരുന്നിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നാട്ടിൽ വന്ന് മിക്സിങ്ങിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഫിലിമിൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്നൊരു നല്ല ഇതാണ്. അതുപോലെ തന്നെ ഗീതു മോഹൻദാസ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ വരുമ്പം എനിക്കങ്ങനെ ഇവിടെ ആരെയും അറിയില്ല. ഞാനൊരു NFDCയുടെ ഗോവയിൽ വെച്ചിട്ടാണ് ഗീതുവിനെ ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് വിളിച്ചു. ഞാൻ വർക്ക് അയച്ചു കൊടുത്തപ്പം നേരത്തെ ചെയ്ത മ്യൂസിക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തപ്പം ഗീതുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാളെ തന്നെ വീട്ടിലേക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മീറ്റ് ചെയ്തു, സംസാരിച്ചു. ഞാൻ സിനിമയെ പറ്റി പറഞ്ഞു. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കുറേ പ്രൊഡ്യൂസേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഗീതുവിൻ്റെ ഫിലിമിൻ്റെ കുറച്ച് തിരക്കായി പോയി. ആ സമയത്ത് എനിക്ക് സീനിസ്ഥാൻ കിട്ടി. അങ്ങനെ എനിക്ക് പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തി. പക്ഷേ ഇപ്പം ഒരാളെ പാർവതിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗീതുവാണ്. ഒരുപാട് ആക്ടേഴ്സിനെ എനിക്കൊരാളോട് സംസാരിക്കാൻ നമുക്ക് ഗീതുവാണ് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത്. അപ്പം ജാക്കോസിനായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ ഗീതുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നീഷ്യൻസുമൊക്കെ. അപ്പോൾ എനിക്കൊന്ന് ഗീതു ഒരു വലിയൊരു ഈ പ്രോജക്റ്റിൽ, അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 2016 ഈവൻ എൻ്റെ കറിയൻ സൈനൈഡ് പ്രോജക്റ്റ് ചെയ്യാൻ കാരണം ഗീതുവാണ്. കാരണം ഗീതുവാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ പ്രോജക്റ്റ് വന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, നോൺ ഫിക്ഷൻ ആയതുകൊണ്ട് ചെയ്യണോ. ഗീതു പറഞ്ഞു ചെയ്യും, കുറേ നാളായില്ലേ ഈ പ്രോജക്റ്റിന് നടക്കുന്നു, വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷൻസൊക്കെ സമയത്ത് ഗീതു ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മെയിൽ വരെ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഗീതു. എനിക്കൊന്ന് ഈ ഒരു മലയാളത്തിലുള്ള ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു ഈ ഫിലിം ഫീൽഡിൽ നിന്നും പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾ ഗീതുവാണ്. കാരണം എന്നെ ഒട്ടും അറിയത്തില്ലാത്തൊരു സമയത്തും ജസ്റ്റ് എൻ്റെ വർക്ക് കണ്ടിട്ട് ഇത്രയും അധികം സപ്പോർട്ട് ചെയ്തു. ഞാൻ കോർപ്പറേഷൻ മാർക്കറ്റിൽ പോകുന്നത് എൻ്റെ പ്രോജക്റ്റിന് അന്ന് ഗീതുവായിരുന്നു പ്രൊഡ്യൂസറിൻ്റെ പേര് വെച്ചിട്ടാണ്. ഞങ്ങൾ കുറച്ച് ഗീതുവിൻ്റെ പ്രോജക്റ്റിൽ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു കുറച്ച് സമയത്ത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഗീതു ആയിരിക്കും ഒരുപക്ഷെ ഈ ലോങ് ജേർണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും
ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് മെറിയം ജോസഫ് ഇതിൻ്റെ ആദ്യ സമയത്തുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു. മെറിയം ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇടുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയും ചെയ്തത്. ഇതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഗെയിനും ഇല്ലാതെ ഒരു ഇതുമില്ലാതെ ഇതിൻ്റെ കൂടെ കുറേ നാൾ നിന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ബോംബെയിലേക്ക് വരും, മീറ്റിങ്സിന് തിരിച്ചു വരും, അങ്ങനെ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറേ മെറിയം ഉണ്ടായിരുന്നു. മെറിയം ഭയങ്കര ഹാപ്പി ആയിരുന്നു പടം കണ്ടിട്ട്. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഷഹനാദ് ഒരു DOPക്ക് അപ്പുറം ഇതിൻ്റെ ത്രൂ ഫ്രം ദ ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രം എ ലോങ് ടൈം ഹി വാസ് പാർട്ട് ഓഫ് ദിസ് ജേർണി. ഒരു പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്തും എല്ലാ സമയത്തും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷഹനാദ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്തതെന്നായിരിക്കുമോ അങ്ങനെ ചെയ്യുമ്പം ഷഹനാദിൻ്റെ സജഷൻസും ഒക്കെ കാര്യങ്ങളും മോർ ദാൻ DOP പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ റെക്കിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഷഹനാദ് ഈ ജേർണിയുടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാൻ പറയാൻ വിട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് അത് ഇങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കൊന്നു ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ സിനിമയുടെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം എൻ്റെ അമ്മച്ചി, എൻ്റെ അങ്കിള് അലക്സ് ചാച്ചെന്നുണ്ട്, പിന്നെ അങ്കിളുടെ വൈഫ് ഷൈനിയമ്മായി, അവരുടെ 2 പിള്ളേർ ആ വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മളവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അവരോട് മാറാൻ പറയുകയും അവർ മാറി, ആ വീട്ടിൽ നിന്ന് മാറി, പെട്ടെന്ന് തന്നെ മാറി. എനിക്ക് ഇന്ന് 5 ദിവസത്തിനുള്ളിൽ വേണമെന്നുള്ള ഒരു സാധനം എല്ലാം എടുത്തൊരു അത്രയും വർഷങ്ങളായിട്ട് അവർ അമ്മച്ചിന്ന് വീട്ടിൽ 10 ദിവസത്തിൽ കൂടുതൽ മാറി നിന്നിട്ടില്ല. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് മാറി അവർ തന്നെ ഒരു വാടകവരെടുത്ത് അവർ നിന്നു. എന്നിട്ട് ഷൂട്ടിംഗ് ആ വർഷം നടന്നില്ല. പിന്നെ അത് കുറേ ഡിലേ ആയി പോയപ്പോഴും അവർ സ്വന്തമായിട്ട് വാടക കൊടുത്തിട്ട് ആ വീട്ടിൽ നിന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു തിരിച്ചു വരണോ, എന്ത് ചെയ്യണം, ഷൂട്ടിംഗ് നടക്കും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ തിരിച്ചു വന്നോളൂ, കുഴപ്പമില്ല, സിനിമ നടക്കില്ലായിരിക്കും. പക്ഷെ അവർ ആ വീട്ടിൽ തന്നെ വാടക വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു. അതിന് 1 വർഷം ശേഷമാണ് സിനിമ നടക്കുന്നതും ഇതെല്ലാം കഴിയുന്നതും അവർ ഫൈനലി തിരിച്ചു വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഉള്ളൊഴുക്കിൻ്റെ ജേർണിയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവരെയാണ്. അമ്മച്ചിയും ചാച്ചനും ഷൈനിയമ്മായും അന്നയും ഡോണയും കസിൻസ്. അവരുടെ ആ സപ്പോർട്ടില്ലാതെ എനിക്ക് തോന്നുന്നത് പോസിബിൾ അല്ല. വേറെ ആരും അങ്ങനെ ചെയ്യത്തുമില്ല എന്ന് തോന്നുന്നു. കാരണം 1.5 അമ്മച്ചിയൊന്നും 10 ദിവസത്തിൽ കൂടുതൽ ആ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. ഷൈനിയമ്മായിക്കും അതാണ് ലോകം, എല്ലാവരും ഫ്രണ്ട്സും അവിടെ, എല്ലാം അവിടെ. അവർ ഈ ഒരു ഫിലിമിന് വേണ്ടി ഇത്രയും വർഷം എന്നോട് ഒന്നും പറയുക പോലും ചെയ്തിട്ടില്ല, ഓക്കെ നമുക്ക് തിരിച്ചു പോകണം. ഈ ഒരു സ്ഥലം ഷൂട്ടിന് കിട്ടിയില്ലായിരുന്നെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരുന്നോ? ഇല്ല, ഈ സ്ഥലം എന്നും ഷൂട്ടിന് അവൈലബിൾ ആയിരുന്നു. കാരണം ഞാൻ വീട് കഥ അതിനെ ബന്ധപ്പെടുത്തിയാണല്ലോ ആലോചിക്കുന്നത്. അപ്പം ചാച്ചനുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ ആ വീട് എന്നും അവൈലബിൾ ആയിരുന്നു. നമുക്കത് വേണോ വേണ്ടയോ എന്ന് മാത്രമേ ഉള്ളായിരുന്നു ക്വസ്റ്റ്യൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വീട് പുതുക്കി പണിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുതുക്കി പണിയിൽ പോലും മാറ്റി വെച്ചത് നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. കോവിഡൊക്കെ കാരണം നീണ്ടപ്പോൾ ഷൂട്ടിംഗ് നടക്കുമോ എന്നൊക്കെ സംശയം തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും അവർ ഓക്കെ ഷൂട്ടിങ് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പുതുക്കി പണിയാമെന്ന് വെച്ചിട്ട് വീട് അങ്ങനെ അവർ വെച്ചിരുന്നു. പ്ലാൻ ബി നമ്മൾ കുറച്ച് വീടുകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ അത് തന്നെ ആയിരുന്നു, നമ്മുടെ മനസ്സിലൊരു എഴുതുമ്പോഴും ഒക്കെ അത് തന്നെ ആയിരുന്നു. അപ്പോൾ അതിനെക്കാട്ടി ബെറ്ററായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നോക്കാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷെ അങ്ങനെ ബെറ്ററായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ സിനിമയുടെ പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞു. ഈ RSVP മൂവീസ് ഇവരുടെ മലയാളത്തിലെ ഫസ്റ്റ് റിലീസാണ്. ഒരു ബോളിവുഡ് ആ ഒരു ഇതിൽ നിൽക്കുന്നവരാണ്. എങ്ങനെയാണ് അവരിലേക്ക് ആ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തിയതും? ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബാക്കി നോക്കിയാലും മെയിൻലി ബോളിവുഡ് മൂവീസിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവരിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അവരിലേക്ക് സിനിസ്ഥാനിലൂടെയാണ് എത്തുന്നത്. സിനിസ്ഥാൻ ജയിച്ചതിന് ഈ പ്രൈസ് കിട്ടിയല്ലോ. അമീർ ഖാൻ, അഞ്ജും രാജപല്ലി, ജൂഹി ചതുർവേദിയൊക്കെ ജൂറിയായിട്ടുള്ള സിനിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തിന് ശേഷം ആണ് ഹണി എന്നെ വിളിക്കുന്നത്. സിനോപ്സ് അയക്കുമെന്ന് ചോദിച്ചു. ഞാൻ സിനോപ്സ് അയച്ചു കൊടുത്തു. ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഹണിക്ക് ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഹണിയെ പറ്റി അവിടെ ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ലത് മാത്രമേ പറയാനുള്ളൂ. സാധാരണ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ പറ്റി നല്ലത് മാത്രം കേൾക്കാറില്ല. പക്ഷേ ഹണിയെ പറ്റി എല്ലാവരും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹണി എൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഡെത്ത് ഇൻ ദ ഗഞ്ച് എന്ന് പറഞ്ഞൊരു പടം അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം IFKയിൽ സ്ക്രീൻ ചെയ്യുകയും ഞാനത് കണ്ടപ്പം വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ മഗഫിൻ പിക്ചേഴ്സ് ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് നോട്ട് ചെയ്യുന്നത്.
അപ്പോൾ അത് നോട്ട് ചെയ്യുകയും എന്തെങ്കിലും സിനിമ എടുക്കുമ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെറുതെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി ട്രൈ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തോ ഡെസ്റ്റിനി അവിടെ തന്നെ കൊണ്ടെത്തിച്ചു. അതിനുശേഷം ഹണി വന്നതിന് ശേഷമാണ് RSVP ഇതിലേക്ക് വരുന്നത്. ഹണിയുടെയും അഭിഷേകിൻ്റെയും ഒരുപാട് പടങ്ങൾ RSVP ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് RSVP ഇതിലേക്ക് വരുന്നത്. ഇവരുടെ ഒന്നും സപ്പോർട്ടില്ലാതെ ഇത്രയും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പോസിബിൾ ആയിരുന്നില്ല. ഈ സിനിമ ചെയ്യുമ്പം അതിൽ മ്യൂസിക് വേണ്ട എന്ന് പണ്ട് മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. പക്ഷെ ഇതിലിപ്പോൾ മ്യൂസിക് ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ് സുഷിനാണ്. അപ്പം ഈ സിനിമ മ്യൂസിക് ഇല്ലാതെയും പിന്നീട് മ്യൂസിക് ആഡ് ചെയ്തും കണ്ടപ്പോൾ ഉള്ള ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, ഈ സിനിമ ചെയ്തപ്പോൾ തൊട്ട് ഇതിന് മ്യൂസിക് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. സുഷിൻ്റെ മ്യൂസിക് ഭയങ്കര ഡിഫറൻസ് ആണ് സിനിമയ്ക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത് മ്യൂസിക്കിൽ മാത്രമല്ല, സുഷിൻ്റെ മ്യൂസിക് വന്നിട്ട് നമ്മൾ ഫിലിം വീണ്ടും എഡിറ്റ് ചെയ്യുകയും ട്രിം ചെയ്യുകയൊക്കെ ചെയ്തു. സുഷിനാണെങ്കിൽ ഒരു സീനിൽ എന്ത് ഇമോഷനാണ് കൺവേ ചെയ്യുന്നതെന്ന് കൃത്യം പറയും. എന്ത് വർക്കായിട്ടില്ലെങ്കിൽ പറയും ഈ ഇമോഷൻ കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എഡിറ്റിങ്ങിലും ഒക്കെ. അതുപോലെ തന്നെ കേട്ടാൽ മനസ്സിലാകും സുഷിൻ്റെ മ്യൂസിക് എത്രത്തോളം എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ഫിലിമിനെ. പിന്നെ സുഷിൻ അടുത്ത കാലത്ത് ചെയ്ത വർക്കുകളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അതെ ജോണറാണിത്. ഓഫ് കോഴ്സ് സുഷിൻ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫിലിംസിൽ. ഭയങ്കര ഇമോഷണലും ഭയങ്കര സോഫ്റ്റ് അല്ല മെലഡി ആയിട്ടുള്ള സ്കോറും സോങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ചെയ്ത സുഷിൻ്റെ വർക്കുകളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരിക്കും ഇത്. മ്യൂസിക് ഇല്ലാതെ ഒരു സിനിമ ചെയ്യണം എന്ന് ഇനി മനസ്സിൽ തോന്നുന്നു? ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ മ്യൂസിക് ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റുന്ന. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ മ്യൂസിക് ഇല്ലാതെ അങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്ന സിനിമ കുറച്ചുകൂടെ പ്യൂറിസ്റ്റ് അല്ലെങ്കിൽ പ്യുവറാകണം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിൽ വരുന്ന തോട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കറിയൻ സൈനറിലാണെങ്കിലും കറിയൻ സൈനറിൽ കുറച്ച് ഉള്ളൊഴുക്കിനെക്കാട്ടിൽ ഒരുപാട് മ്യൂസിക് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് മ്യൂസിക് ഇല്ലാതെ ഇനി ഒരു സിനിമ ആലോചിക്കാനോ ചെയ്യാനോ ഒന്നും പറ്റുന്നു. ഈ കന്യക എന്ന ഷോർട്ട് ഫിലിമിൽ ഉർവശി ചേച്ചിയുടെ ഒരു ചെറിയ റെഫറൻസ് വെച്ചിട്ടുണ്ട്. ചെറിയ റെഫറൻസ് അല്ല, വലിയ റെഫറൻസ് തന്നെയാണ്. അപ്പം അന്ന് ഈ ഉള്ളൊഴുക്കിൻ്റെ കഥ മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ആ കഥ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഈ സംഭവം 2005 സംഭവിച്ചതാണ്. ഞാൻ കന്യക എടുക്കുന്ന 2013-14 തോന്നുന്നു. കഥ മനസ്സിലുണ്ടാവും, പക്ഷേ ആ കഥയിൽ ചേച്ചീനെ കാസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാനൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആ സിനിമ ചെയ്തപ്പോൾ ഞാൻ അതിനെപ്പറ്റി മാത്രമേ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കന്യകനെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാസ്റ്റിംഗ് പ്രോസസ്സ് വന്നതിന് ശേഷമാണ് ചേച്ചിയിലേക്ക് എത്തുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് അറിയാം ചേച്ചി നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് ആണ്. നമ്മൾ 90s ഞങ്ങളൊക്കെ വളരുന്ന സമയത്ത് ആ സമയത്ത് ഒരുപാട് ഫിലിംസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 80s തൊട്ടുള്ള ഫിലിംസിൽ നമ്മൾ കണ്ടതാണ് ചേച്ചീനെ. ഒരു പാർട്ട് ഓഫ് ഫാമിലി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ചേച്ചി. ഇതിപ്പോ ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയായിരുന്നു ഉർവശി ചേച്ചി ആദ്യത്തെ ഫീച്ചർ ഫിലിമിൽ തന്നെ വരുന്നത്? അതെ, എനിക്ക് തോന്നി പറഞ്ഞ പോലെ ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ, കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കോയിൻസിഡൻസുകൾ എനിക്ക് തോന്നുന്നു സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതും ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നു. ബാക്കി ആൾക്കാർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു എനിക്കറിയില്ല, എനിക്ക് ഓർമ്മ പോലില്ല ഞാനിത് ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഇപ്പം അടുത്ത സിനിമയുടെ പ്ലാനിങ് ഇതിന്റെ കൂടെ തന്നെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പം സിനിമയുടെ ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. 1-2 ഐഡിയാസ് അല്ലെങ്കിൽ എന്താ പറയുന്ന പ്രോജക്ട്സ് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ് ആദ്യം മൗണ്ട് ചെയ്യാൻ പറ്റുക നമുക്കറിയില്ല. അതുപോലെ തന്നെ ഹിന്ദിയിലൊരു സീരീസിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു. എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു സിനിമ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്നത്, ഇതാണ് ഞാൻ ചെയ്ത സിനിമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതാണ് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് എൻറ്റയർലി സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഫ്ലോസ് മാത്രമാണ് കാണുക. എനിക്ക് എൻ്റെ സിനിമകൾ ഞാൻ ആവശ്യത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റില്ല. ഞാൻ ക്യൂബിലേക്ക് രണ്ട് ദിവസം മുമ്പ് അത് ചെയ്തു, ക്യൂബിൽ പോയി ചെക്ക് ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ സിനിമ കാണുമെന്ന്. മിനിഞ്ഞാന്ന് പോലും ഞാൻ സ്ക്രീനിങ്ങിൻ്റെ പുറത്താണ് നിന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സിനിമ അത് കണ്ടിട്ടുണ്ട്. ഈവൻ കറിയൻ സൈനയുടെ നെറ്റ്ഫ്ലിക്സ് വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല.
അതിന് മുമ്പ് മിക്സിങ്ങിൻ്റെ സമയത്തും ഗ്രേഡിങ്ങിൻ്റെ സമയത്തും ഒക്കെ കണ്ടതാണ്. ഞാൻ ചെയ്ത സിനിമകൾ ഞാൻ വീണ്ടും അങ്ങനെ കാണാറേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ല, കാരണം ഞാൻ അതിനകത്ത് പല ഫ്ലോസും പല കാര്യങ്ങളും വീണ്ടും കാണും. അത് അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു പെർഫെക്റ്റ് സിനിമ എന്ന് പറയാൻ നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവും, വളരെ ചുരുക്കം ചില ക്ലാസിക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനകത്തും ഫ്ലോസ് ഉണ്ട്. അത് നാച്ചുറലാണെന്ന് തോന്നുന്നു. പക്ഷേ സാറ്റിസ്ഫൈ നമുക്ക് പറയാൻ പറ്റില്ല, ഹാപ്പിയാണ് എന്ന് പറയാം. കാരണം നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെയ്യണമെന്ന് ആലോചിച്ചാലും ഇത്രയും ഒരു എന്താ പറയുക, കാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്രൂവിൻ്റെ കാര്യത്തിലും പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റി. പിന്നെ ഇതുവരെ എല്ലാം നന്നായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. ഈവൻ റിലീസ് 21-നാണെങ്കിൽ നമ്മൾ പ്രൊമോഷൻസ് തുടങ്ങുന്ന വെറും 20 ദിവസം മുമ്പാണ്. സാധാരണ ഒരു സിനിമയ്ക്ക് അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് നാൾ മുമ്പ് പ്രൊമോഷൻസ് തുടങ്ങി ഒക്കെ ആണ് ചെയ്യുന്നത്. പക്ഷേ ഈ 20 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും സിനിമയെ പറ്റി ഒരു അത്യാവശ്യം ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് ആൾക്കാർക്ക്. അങ്ങനെ നോക്കുമ്പം എല്ലാം നന്നായിട്ട് സംഭവിച്ചു വന്നു ഇതുവരെ. അപ്പം നാളെയും നന്നായിട്ട് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ സ്ക്രീനിങ് നന്നായിട്ട് പോയി. അപ്പോൾ ഹാപ്പിയാണെന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഇനിയിപ്പം ആ സിനിമ എൻ്റെ കയ്യിലില്ലല്ലോ, എനിക്കതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താനും പറ്റില്ല. പിന്നെ അപ്പോൾ ആരെന്തെങ്കിലും പറഞ്ഞാലും അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അത് ചെയ്യായിരുന്നു എന്നൊക്കെ ആലോചിക്കുമായിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. സോ സാറ്റിസ്ഫൈഡ് ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഹാപ്പി ആകും അത് റിലീസ് ചെയ്ത് അതിൻ്റെ നല്ല റെസ്പോൺസും കാര്യങ്ങളും കിട്ടുമ്പോൾ. ഓഫ് കോഴ്സ്, കാരണം ആ ഒരു മൂമെൻറ്റിന് വേണ്ടിയാണല്ലോ നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഈ കറിയൻ സൈനയുടെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ തോന്നിയിരുന്നു എനിക്ക് ഈ പോർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന്? ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഏതെങ്കിലും പോർഷൻ കുറച്ച് ബെറ്റർ ആക്കായിരുന്നു? ഇല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെ കേട്ട് ഞാൻ ഒരിക്കലും സിനിമ വീണ്ടും കണ്ടിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം അത് കാണാൻ വേണ്ടി കുറച്ച് ഇരുന്നു, എങ്കിലും ഞാനത് പകുതിയായപ്പോൾ ഞാൻ നിർത്തി. പിന്നെ ബാക്കി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഓഫ്കോഴ്സ് ആൾക്കാർ അതിൻ്റെ ചെറിയ കുഞ്ഞ് എന്തോ ഒരു ഡബിങ്ങിൻ്റെയോ അങ്ങനത്തെ എന്തോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമേ ഞാൻ ആലോചിച്ചു. പക്ഷെ അതല്ലാതെ ഞാനത് റീവിസിറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും ഇങ്ങനെ ചെയ്തിട്ട് നന്നായിരുന്നു. പക്ഷെ അതും ഒരു അസംഷൻ ആണല്ലോ, നമുക്കറിയില്ല. നമ്മൾ കറിയൻ സൈനയിൽ നമ്മൾ വിചാരിക്കാത്തതിലപ്പുറം സക്സസ് ഉണ്ടായി. അത്രയും വലിയ സക്സസ് ആയ ഒരു ഫിലിം നമ്മളിനി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആവുമെന്ന് പറയാൻ എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ല. കാരണം എല്ലാവരും വിചാരിക്കാത്തതിൻ്റെ അപ്പുറത്തെ ഒരു സക്സസ് ആയി ആ ഫിലിം. ഈ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, 3 വീക്സ് കഴിഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ എല്ലാ ഇതുവരെയുള്ള അവർ ചെയ്ത എല്ലാ വർക്ക് ചെയ്യുന്നു, എവറി ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നു. കറിയൻ സൈനയുടെ നമ്പർ 10-ലായിരുന്നു, അലോങ് വിത്ത് അനിമൽ, ലാപ്പത്ത ലേഡീസ്, ക്രൂ, തബു, കരീന കപൂർ ക്രൂ, അങ്ങനത്തെ ഫിലിംസിൻ്റെ എല്ലാം കൂടെ ആകെയുള്ളൊരു നോൺ ഫിക്ഷനും ആകെയുള്ളൊരു റീജിയണൽ ലാംഗ്വേജ് സിനിമയും ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. റീജിയണൽ ലാംഗ്വേജ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ലിസ്റ്റിൽ കറിയൻ സൈനയുടെ ആഫ്റ്റർ 3 വീക്സ് വിത്ത് 10 മില്യൺ വ്യൂസിൽ ഉണ്ടത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. അപ്പം ഇനി ഞാനത് നന്നാക്കാൻ വേണ്ടി ചെയ്തിട്ട് മോശമായെങ്കിലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഓഫ്കോഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കും ചില കാര്യങ്ങൾ. ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കാം, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കാം, അങ്ങനത്തെ ഒക്കെ തോട്ട് പോകും. പക്ഷെ കറിയൻ സൈനയോട് ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇതിപ്പം ഉള്ളൊഴുക്ക് ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആണെങ്കിലും ക്രിസ്റ്റൽ ടോമി എന്ന ഡയറക്ടറിനെ ഒരുപാട് പേർക്ക് അറിയാം. അപ്പം പലരും ചോദിച്ചിട്ടുണ്ടാകും ഈ ഡാർക്ക് മൂഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണോ? ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇന്റൻസ് എന്ന് പറയാം. കറിയൻ സൈനയുടെ ഓഫ് കോഴ്സ് വാസ് ഡാർക്ക്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് റിയൽ സ്റ്റോറിയാണ്. നമ്മുടെ അടുത്ത് വന്നു, നമ്മളത് ചെയ്തു. അപ്പം അപ്പോഴേ നമുക്കറിയാവുന്നത് അത്. അപ്പോൾ ആദ്യത്തെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വർക്ക് ചെയ്യാനും ഒക്കെ. 5 മണി 6 മണി കഴിയുമ്പോൾ ഞാൻ നിർത്തുമായിരുന്നു. ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് അഫക്റ്റിങ് യു ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് യുവർ സ്ലീപ്പ് ആൻഡ് ഓൾ ദാറ്റ്. അത് ആ സമയം വരെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവസാന സമയത്ത് എഡിറ്റിംഗ് ഒക്കെ സമയമാകുമ്പോഴത്തേക്കും രാത്രി 12 മണി 1 മണി വരെ എഡിറ്റിംഗ് ചെയ്തിരുന്നു. ആ സമയത്തേക്ക് നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് വരും, ബിക്കോസ് നമ്മളത് അത്രയും നാൾ വർക്ക് ചെയ്തതുകൊണ്ട്. പിന്നെ എന്താ പറയുക, എന്തായാലും ചോദ്യം ഉള്ളൊഴുക്ക് ഡാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ഇൻറ്റൻസ് ഇമോഷണൽ ഡ്രാമയാണ്. അതിനകത്ത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ആണല്ലോ. എനിക്ക് ഇൻറ്റൻസ് മൂമെൻറ്റ്സ് ഉള്ള ഫിലിംസ് ഇഷ്ടമാണ്, നല്ല ഡ്രാമാസ് ഇഷ്ടമാണ്. അതിപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് 12 Angry Men അല്ലെങ്കിൽ A Few Good Men, ഇങ്ങനത്തെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡ്രാമാസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
അപ്പോൾ എനിക്ക് അങ്ങനത്തെ മൂമെന്റ്സ് ആണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഇത് ഡാർക്കാണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത വരുന്ന ഒരു സിനിമയും ഇന്ത്യൻ സ്റ്റോറി പറയുന്ന സിനിമയായിരിക്കും. അല്ല, ഇനിയും ഇതുപോലത്തെ സിനിമ വീണ്ടും ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇത് ഓൾറെഡി ചെയ്തു. ഇതിൻ്റെ കൂടെ ഞാൻ 8 വർഷം നിന്നു. അപ്പം ഇത് തന്നെ ചെയ്യുന്നത് എനിക്കും ബോറടിക്കും. അത് വേറെ ആയിരിക്കണം ചെയ്യുന്നതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് കഥ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് പറയുക എന്നുള്ളതാണ് എല്ലാ സ്റ്റോറീസിനും ചലഞ്ച്. പക്ഷേ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ജോണർ ചെയ്യണം എന്നാണ്. ഇപ്പം ഡയലോഗ് സംസാരം നടക്കുന്നത് ഒരു ക്രൈം ഡ്രാമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം നോക്കാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യരുതെന്നൊരു നിർബന്ധമുണ്ട് എനിക്ക്. ഉള്ളൊഴുക്ക് എന്ന സിനിമയെ പറ്റിയത് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് മഴയും വെള്ളവും ആ സൗണ്ട്സ്കേപ്പും സുഷിൻ്റെ മ്യൂസിക്കും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കത് ആ എക്സ്പീരിയൻസ് വേറെ എവിടെയും കിട്ടുമെന്ന്. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ സെലിബ്രിറ്റി സ്ക്രീനിങ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊരു ഡയറക്ടർ പറഞ്ഞ ഏറ്റവും നല്ല ലാൻഡ്സ്കേപ്പ് ഒരു പേഴ്സണിൻ്റെ ഫേസ് ആണെന്നുള്ളത്. അപ്പം ഈ പെർഫോമൻസ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പാർവതീനെയും ഉർവശിനെയും നമുക്ക് ഇത്രയും എന്താണ് ആ തിയേറ്ററിൽ കണ്ട് അനുഭവിച്ചറിയുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ഒരിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സിനിമ റിലീസായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം സിനിമയ്ക്ക് എന്തായാലും ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പം സിനിമ കഴിയട്ടെ, അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.